കുറച്ച് ചെറുതായിട്ട് റിക്കവറി ആയി വന്ന സമയത്താണ് പുള്ളിക്കാരി കാണുന്നത്. എനിക്ക് ആളെ മനസ്സിലായില്ല, ആളെന്നെ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ആളെ മനസ്സിലായി. പക്ഷെ ഞാൻ നോക്കി പുള്ളിക്കാരി മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഒഴിവാക്കിയതായിരിക്കും എന്ന സംഭവം എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം എന്റെ ഫേസിന്റെ ഇത് കണ്ടിട്ടാണ് ആളറിയാതെയാണ് പുള്ളിക്കാരി പോയത്. അങ്ങനെ ആ ഒരു സമയം പിന്നെ ബ്രേക്കായി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെയാണ് ഇവിടെ നിന്ന് എറണാകുളത്ത് ഇടുക്കിയിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഇടുക്കിയിൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ വീണ്ടും പുള്ളിക്കാരിയായിട്ട് കോണ്ടാക്ട് ആകുന്നത്. അല്ല, അങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? അത് പുള്ളിക്കാരി കോഴ്സിന് പോയിട്ട് ആക്സിഡന്റ് ആയതിനു ശേഷം പിന്നെ ഒരു അറിവില്ല ആളെ കുറിച്ച്. അപ്പൊ എനിക്ക് ആൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതുകൊണ്ട് 4 വർഷത്തിന് 4 വർഷം അല്ല, അതുവരെ വീട്ടിലായിരുന്നല്ലോ, വിളിക്കാൻ പറ്റൂല, ഫോണൊന്നുമില്ല കയ്യില്, അങ്ങനെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ അത് വീട്ടിൽ നിന്ന് കോളത്തോട്ട് പഠിക്കാൻ പോയ സമയത്താണ് കയ്യിൽ അവര് അവിടെ വീട്ടിലോട്ട് വിളിക്കാൻ വേണ്ടി ഫോൺ തരൂല. അപ്പൊ അങ്ങനെ വിളിച്ചതാണ്. നമ്പർ ഓർമ്മയുണ്ട്, അറിയാം. അങ്ങനെ വിളിച്ചപ്പോ യാദർച്ഛികമായിട്ട് ഞാനത് വിളിച്ച് ചോദിച്ചത് കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞു.